സിനിമ എന്നെ സംബന്ധിച്ചൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പോലെയാണ്. ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് 2017 ഫോട്ടോ അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു, നീ കൊച്ചിയിലേക്ക് വരണം പെട്ടെന്ന്, നാളെ ഓഡീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തോ അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളീൻ്റെ ഒരു പോലെയാണ് എനിക്കന്ന് അപ്പം എന്തോ ചെയ്യാൻ തോന്നി. അവസാനം ഞാൻ സാറിനെ നേരെ നോക്കിയിട്ട് നീയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ സാറിൻ്റെ കണ്ണൊക്കെ വൈഡായി, ഒന്ന് ഞെട്ടിയ പോലെയൊക്കെ ആയി. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ പല ക്യാരക്ടേഴ്സുകളും ഉണ്ടായിട്ടുണ്ട്. അതും വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോകുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഗോകുലിൻ്റെ കുറച്ച് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. കാരണം പൃഥ്വിരാജ് എന്ന ക്യാരക്ടറിന്